ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെൽത്ത് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പം താമരയില കുതിർത്തി വെച്ചു ഇന്നത്തേക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് അത്യാവശ്യമായിട്ട് തൃശ്ശൂർ വരെ പോവേണ്ടിയിരുന്നു. അത് കാരണം പാക്ക് തേക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ആ പാക്ക് നാളെ തേക്കുന്നതായിരിക്കും കേട്ടോ. പാക്ക് തേക്കുന്നത് കാണിച്ചു തന്നേക്കാം. എന്നോട് ഈ ചൂട് സമയത്ത് ഏറ്റവും പറ്റിയ തലയ്ക്ക് പറ്റിയ ഏറ്റവും തണുപ്പേകാൻ പറ്റിയത് ഏത് പാക്കാണെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ മിക്ക വീഡിയോയിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് നമുക്ക് എന്തെല്ലാം തേക്കാം. ചെമ്പരത്തി താളി തേക്കാം, ചെമ്പരത്തിയുടെ ജെല്ല് തേക്കാം, ചെമ്പരത്തിയുടെ സെറം തേക്കാം, ഇങ്ങനെ പലതും നമുക്ക് തേക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇന്ന് പറഞ്ഞു തരുന്നത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അലോവര, കറ്റാർവാഴ. ഈ കറ്റാർവാഴ എങ്ങനെ എടുക്കുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണം. മുറിച്ച ഉടനെ നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കേട്ടോ കറ്റാർവാഴ. അതായത് അതിൻ്റെ അടിവശം നമ്മൾ മുറിച്ചെടുക്കുമല്ലോ, അത് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. അപ്പോൾ അതിനുള്ളിലുള്ള ഒരു മഞ്ഞ ദ്രാവകമുണ്ട്, ആ ദ്രാവകം പോണ വരെ നമ്മൾ മുക്കി വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് മുക്കിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം നോക്കുമ്പോൾ കംപ്ലീറ്റ് മഞ്ഞ കളറിലായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ 2 വശമുള്ള മുള്ള് കട്ട് ചെയ്തിട്ട് പുറമേയുള്ള തൊലി കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഒലിവ് ഓയിൽ മുക്കി തേക്കാം കേട്ടോ. ഒലിവ് ഓയിലാകുമ്പോൾ നമുക്ക് ഏറ്റവും തണുപ്പാണ് തലയ്ക്ക്, കറ്റാർവാഴയും കൂടി തണുപ്പാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഈ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള പാക്കിന് പുറമെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ചിലർക്ക് ചെമ്പരത്തിപ്പൂ കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്പരത്തി ഇലയും ഇല്ല. അപ്പം ഈ ഫ്ലാറ്റിലൊക്കെ തേക്കുന്നവർക്ക് കറ്റാർവാഴ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അങ്ങാടി മരുന്ന് കടയിൽ നിന്നൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ലീഫ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ ഇതുപോലെ ഒലിവ് ഓയിൽ മുക്കിയിട്ട് നമ്മൾ തലോട്ടിൽ മുഴുവൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ തലയിലുള്ള ചൂട് കുരുക്കളൊക്കെ പോകും കേട്ടോ. കൂടാതെ നല്ലവണ്ണം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ്, തണുത്ത ആഹാരങ്ങൾ കഴിക്കുക. ചൂട് കൂടുമ്പോൾ എന്തായാലും തലയിൽ കുരുക്കളുണ്ടാവും. കുരുക്കൾ വന്ന് പൊട്ടി ആ കുരുക്കൾ ഉള്ളിടത്തുള്ള മുടി ഊരിപ്പോവും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കറ്റാർവാഴ നമുക്ക് ചെയ്യാം. കറ്റാർവാഴ ചേച്ചി എനിക്ക് ചെമ്പരത്തിയുടെ ഇലയും പൂവും കിട്ടാൻ വഴിയില്ല, ഞാനിങ്ങനെ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്കായിട്ടുള്ള മറുപടി പറയുകയാണ് കേട്ടോ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കറ്റാർവാഴ വാങ്ങിക്കാം. കറ്റാർവാഴ വാങ്ങിച്ചിട്ട് അതിൻ്റെ ലീഫ് ഇതുപോലെ പറഞ്ഞ പോലെ ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ ലീഫ് ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. ജെല്ലെടുത്തിട്ട് നമുക്ക് ഒലിവ് ഓയിലിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്തോളൂ. നല്ല കൂളിംഗ് ആയിരിക്കും തലയ്ക്കും തലയോട്ടിലൊക്കെ കേട്ടോ. അപ്പോൾ ഏറ്റവും ഉത്തമമാണ്, മുടിക്കൊക്കെ ഏറ്റവും ഉത്തമമാണ്. ഈ കുരുക്കളുള്ളിടത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാം. കുരുക്കളുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ ആ കുരുക്കളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പം ചൊറിച്ചിലുണ്ടാവും. ആ കുരുള്ളെടുത്ത ഭാഗത്തു നിന്ന് മുടി കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് കേട്ടോ. പിന്നെ ചന്ദനാദി തൈലം നല്ലതാണ് കേട്ടോ. ചന്ദനാദി തൈലം ഏറ്റവും നല്ലതാണ്. ഈ ചൂട് സമയത്ത് തലമുട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ മേടിക്കാനും കിട്ടും ചന്ദനാദി തൈലം ഇതുപോലെ എടുത്തിട്ട് ആ കുരുക്കളുള്ളിടത്തൊക്കെ തേച്ച് കൊടുക്കുക. എന്നിട്ട് തലോട്ടിൽ തേച്ചിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഒലിവ് ഓയിൽ വെറുതെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ. അതുപോലെ തന്നെ പപ്പായയുടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പപ്പായയും ഒലിവ് ഓയിലുകൾ തേച്ചത്, പപ്പായയും അലോവരയും തേക്കുന്നത്. പിന്നെ ബനാന, നല്ല പഴുത്ത പഴമുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ചൂടുകാലത്ത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരും പിന്നെ സംശയമുള്ളവരൊക്കെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോസിൽ പല രീതിയിലുള്ള എല്ലാം ഇട്ടിട്ടുണ്ട്, പാക്കും കാര്യങ്ങളും മാസ്കും ഒക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് അതും തേക്കാം. തലയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ. ഉലുവ ഈ ഷുഗർ കൂടുന്നവർക്ക് ഉലുവ കഞ്ഞി വെച്ച് കുടിക്കാം കേട്ടോ. അപ്പൊ ഉലുവ അതിനും നല്ലതാണ്, ഷുഗർ കുറയാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കുതിർത്തി വെച്ചിട്ട് ജെല്ലെടുക്കാം. അതിന് ഞെരടി പിഴിഞ്ഞെടുത്ത് ജെല്ലെടുത്തിട്ട് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ. ഈ കുരുക്കൾക്ക് ഇതും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ തലയിൽ കുരുക്കളുള്ളവരെ ഒന്ന് ചന്ദനാദി എണ്ണ തേക്കാം. പിന്നെ കൂടാതെ ഈ അലോവര തേക്കാം. പിന്നെ കറ്റാർ ഇത് അലോവരയിൽ ഒലിവ് ഓയിൽ മുക്കി തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഉലുവ വെള്ളത്തിലിട്ട് ഉലുവ ജെല്ലുണ്ടാക്കി കേട്ടോ കുതിർത്തിട്ട് പിറ്റേ ദിവസം എടുത്ത് അതും തേക്കാം. അപ്പോൾ ചൂടുകാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ടിപ്സും കാര്യങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. റോസ്മേരി ഉപയോഗിക്കേണ്ട അധികം ചൂടുകാലങ്ങളിൽ കേട്ടോ. ഉപയോഗിക്കണം എന്നുള്ളവർ വളരെയധികം നേർപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ, വെള്ളമാണെങ്കിലും കേട്ടോ. അപ്പോൾ ഓയിലാണെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലായിട്ട് മിക്സ് ചെയ്ത് തേച്ചോളൂ. അപ്പോൾ ഈ കുരുക്കൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള ജെല്ലും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ചന്ദനാദി തല ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഞാൻ പറയാറുണ്ടല്ലോ, ഉറക്കം കിട്ടാത്തവർക്ക് കയ്യിൻ്റെ ഉള്ളിനടിയിൽ തേച്ച് കൊടുക്കുക, കാലിൻ്റെ ഉള്ളിനടിയിൽ തേച്ച് കൊടുക്കുക, നെറുകയിൽ ഒരു ഡ്രോപ്പ് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഉറക്കം വരും. ചന്ദനാദി തൈലം കേട്ടോ. ചന്ദനാദി ഗുളികകളൊക്കെ ഉണ്ട്, ശരീരത്തിന് തണുപ്പിക്കുന്നതാണ്. ചന്ദ്രപ്രഭ ഗുളിക ജനറൽ മെഡിസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എല്ലാത്തിനും ഈ യൂറിൻ ചൂടുള്ള സമയത്ത്, അതായത് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള സമയത്തൊക്കെ ചന്ദ്രപ്രഭ ഗുളിക ഏറ്റവും ഉത്തമമാണ്. നമുക്കത് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ചന്ദ്രപ്രഭ ഗുളിക ശരീരത്തിലുള്ള ഈ വേദനകളൊക്കെ മാറും. ചന്ദ്രപ്രഭ ഗുളിക ഏറ്റവും ഉത്തമമാണ്. അപ്പം നമുക്ക് ഈ ബോഡി ഈ ചൂടാകുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങൾ വരുന്നത്. അപ്പം അത് തടയാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ജെല്ലും കാര്യങ്ങളും അതുപോലെ തന്നെ എണ്ണകളായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഈ കടുകെണ്ണയുടെ സംശയമുണ്ട്. നമ്മൾ കറിക്കൊക്കെ അല്ലേ ഉപയോഗിക്കുള്ളൂ, തലയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം ഇത് കൂളിംഗ് പ്രോപ്പർട്ടീസ് ആണ് അതിനകത്തുള്ളത്, ഈ മസ്റ്റാർഡ് ഓയിൽ കടുകെണ്ണയിൽ. അപ്പോൾ തലയിൽ സ്കാൽപ്പിനൊക്കെ കൂൾ ചെയ്യും. അപ്പോൾ ഈ ഹോട്ട് സീസണിൽ ഏറ്റവും ബെസ്റ്റാണ് അത് യൂസ് ചെയ്യാൻ കേട്ടോ. ഹോട്ട് സീസൺ സമയത്ത് കടുകെണ്ണ ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമുക്ക് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും തണുപ്പ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒലിവ് ഓയിലിൻ്റെ കൂടെ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരാം. കടുകെണ്ണയാണ് കേട്ടോ. കടുകെണ്ണയിൽ നമുക്ക് അല്പം ഒലിവ് ഓയിൽ കേട്ടോ, ഒലിവ് ഓയിൽ തേച്ച് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് തേക്കുന്നവർ നിറയെ തേക്കരുത് കേട്ടോ. എനിക്ക് കുഴപ്പമില്ലാത്ത കാരണമാണ് കേട്ടോ ഞാൻ തേക്കുന്നത്. ഞാൻ തലോട്ടിലൊക്കെ തേച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കടുകെണ്ണയും ഒലിവ് ഓയിലും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കെട്ടി വെക്കാം നമുക്ക് മുടി കേട്ടോ. കടുകെണ്ണ അല്പം മഞ്ഞ കളറായിരിക്കും കേട്ടോ. ഇതുപോലെ ഇതിൽ ഒലിവ് ഓയിൽ തേച്ചാണ് കേട്ടോ. ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് കൊഴുപ്പ് പോലെ ഇരിക്കും, ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് നേർത്ത് വരും കേട്ടോ. ഇങ്ങനെ പിടുത്തി നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ തേച്ച് വേണമെങ്കിൽ വെച്ചിട്ട് കുളിക്കാം. അല്ലാത്തവർക്ക് വേണമെങ്കിൽ നീർക്കെട്ടും നീർപ്പിടുത്തമൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകി വെറുതെ പിന്നിട്ട് കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കഴുകി കളയാം.
അതല്ലെങ്കിൽ കുളിച്ചതിന് ശേഷമാണെങ്കിൽ മുടി ഉണങ്ങി കഴിയുമ്പോൾ മുടി വെടുത്തുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒലിവ് ഓയിലും കടുകെണ്ണയും കേട്ടോ. ചൂട് സമയത്തൊക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്ക് തലയ്ക്കൊരു കൂളിംഗ് ആവും. അപ്പോൾ സമസമം എടുക്കാം, കടുകെണ്ണയും ഒലിവ് ഓയിലും സമസമം എടുക്കാം കേട്ടോ. എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. ചൂട് സമയത്ത് കുരുക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തലയിൽ കുരുക്കളുള്ളവർക്ക് ഇതും നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചൂട് സമയത്ത് തലയിലെ കുരുക്കൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ വീഡിയോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള കണ്ടൻസ് ഞാൻ പറഞ്ഞതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ എന്നോട് ഒരു ശ്രീവിദ്യയാണോ സംശയമുണ്ട്. എന്നോട് പറഞ്ഞു പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ബുക്കിൽ എഴുതി വെക്കാറുണ്ട്, എന്നിട്ട് അത് അപ്ലൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നിസ്സാരമാക്കി കളയരുത്. ഈ പാക്കൊക്കെ ഏറ്റവും നല്ല പാക്കാണ് കേട്ടോ. അപ്പോൾ ചൂടുകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ധാരാളം വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക ഡേ ടൈമിലൊക്കെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. മുടി കൊഴിച്ചിൽ ഒരു വിഷമമായിട്ട് ഇരിക്കണ്ട ആരും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.